ജിൽമിൽ പിന്നെ കുംകും രണ്ടുപേരും ചേച്ചി അനിയത്തിമാർ. ജിൽമിൽ കഷ്ടപ്പെട്ട് പ്രയത്നിക്കുന്നവൾ, പക്ഷെ കുംകും അസൂയക്കാരി. അവർ രണ്ടുപേരും ഒരു മരത്തിന്റെ ചില്ലയിൽ ഇരുന്നു കൊണ്ടിരുന്നു. കുംകും, എനിക്ക് എന്തു തോന്നുന്നെങ്കിൽ നമുക്ക് കുറച്ച് കൃഷി ചെയ്യണം. അപ്പൊ നമുക്ക് ഭക്ഷണം തേടി അലയേണ്ട ആവശ്യം നമുക്ക് ഉണ്ടാകില്ലല്ലോ. നീ പറയുന്നതൊക്കെ ശരിയാണ്, പക്ഷെ നമ്മൾ എന്ത് കൃഷി ചെയ്യും? നമുക്കെന്ത് കൃഷി ചെയ്യണം, എങ്ങനെ ചെയ്യണം ഒന്നും അറിയില്ലല്ലോ. നീ അതിനെ കുറിച്ച് വിഷമിക്കണ്ട, നമുക്ക് കഴുകുമാമനോട് ചോദിക്കാം. അദ്ദേഹത്തിന് കൃഷി ചെയ്യാൻ നന്നായി അറിയാം. നീ പറയുന്നത് ശരിയാ. ശരി, വാ കഴുകുമാമനോട് ചോദിക്കാം. രണ്ടുപേരും ചേർന്ന് ഹരിയ കഴുകിന്റെ അടുത്ത് ചെന്നു. ഹരിയ അതിന്റെ പണിയെടുത്തുകൊണ്ടിരുന്നു. കഴുകുമാമ, നിങ്ങൾ എന്ത് ചെയ്യാ? ഒന്നുമില്ലെന്നേ, ഞാൻ വയലിൽ ജോലി നോക്കുകയായിരുന്നു. ധാന്യങ്ങളിൽ ഒരു കീടങ്ങളും വരാത്ത രീതിയിൽ ഒരു മരുന്ന് കണ്ടെത്തണം. അപ്പോൾ ധാന്യങ്ങൾ നല്ല രീതിയിൽ കിട്ടും. പക്ഷെ അത് നല്ല കാര്യമല്ലേ? നമ്മുടെ കൃഷിയിൽ പുഴുക്കളുണ്ടെങ്കിൽ നമുക്ക് അതും കഴിക്കാലോ. നിങ്ങൾ കുട്ടികൾ എപ്പോഴും തമാശയെ പറയൂ. നിങ്ങൾ കഴിക്കുന്നതിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. കീടങ്ങൾ വന്നു കഴിഞ്ഞാൽ എല്ലാം ഒരു ദിവസം കൊണ്ട് തന്നെ തീർക്കും. എന്നാൽ ജീവിക്കാൻ നമുക്ക് കൃഷി ചെയ്തല്ലേ പറ്റൂ. അങ്ങനെയുള്ളപ്പോൾ മഴക്കാലം വരുമ്പോൾ നമുക്ക് കഷ്ടപ്പെടാതെ കഴിക്കാം. മാമ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഞങ്ങൾ ആ പണിക്ക് വേണ്ടിയാ നിങ്ങളുടെ അടുത്ത് വന്നത്. അങ്ങനെയാണോ? ഇന്ന് അങ്ങനെ എന്ത് ജോലിയാണ്? നിങ്ങൾ ജോലി നോക്കുന്നത് പോലെ. മാമ, ഞങ്ങൾ കൃഷി ചെയ്യാമെന്ന് തീരുമാനിച്ചു. പക്ഷെ ഞങ്ങൾക്ക് എന്ത് കൃഷി ചെയ്യണമെന്നാണ് അറിയാത്തത്. അയ്യോ, നിങ്ങൾ എന്തിനാ കൃഷിയൊക്കെ ചെയ്യുന്നത്? നിങ്ങൾ എന്റെ കയ്യിൽ നിന്നും വേണമെങ്കിൽ ധാന്യങ്ങൾ കൊണ്ടുപോയിക്കോളൂ. മാമ, ഞങ്ങളും കഠിന പ്രയത്നം പഠിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഒരു കാര്യം ചെയ്യൂ, എന്റെ കയ്യിൽ പട്ടാണികളുടെ വിത്തുണ്ട്. നിങ്ങൾ പട്ടാണി കച്ചവടം ചെയ്യൂ. ഹരി അവർക്ക് എങ്ങനെ കൃഷി ചെയ്യണമെന്ന് പഠിപ്പിച്ചു കൊടുത്തു.